വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പീഡിയാട്രിക് നഴ്സിംഗിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. നമ്മൾ നഴ്സിംഗ് ഫൗണ്ടേഷൻ്റെയും ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗിൻ്റെയും കുറേ ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. എല്ലാവരും പഠിച്ചെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇതും നിങ്ങൾ പഠിച്ച് ട്രൈ ചെയ്ത് നോക്കുക. Who devised the Apgar score? Options: Nelson, Berman, Silvani, Dr. Virginia Apgar. Answer is Dr. Virginia Apgar. അപ്ഗാർ സ്കോർ എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ ഉടനെയുള്ള ന്യൂബോണിൻ്റെ ഹെൽത്ത് അസസ്മെൻറ്റ് സ്കോറിംഗ് സിസ്റ്റമാണ് അപ്ഗാർ സ്കോറിംഗ്. ഇതിനകത്ത് മെയിനായിട്ടും 5 കമ്പോണൻ്റ് ആണ് വരുന്നത്. സ്കിന്നിൻ്റെ കളർ നോക്കുന്നു, പൾസ് റേറ്റ് നോക്കുന്നു, റിഫ്ലെക്സ് ഇറിറ്റബിലിറ്റി നോക്കുന്നു, മസിൽ ടോൺ ആൻഡ് ബ്രീത്തിങ്. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടും നോക്കുന്നത്. ഇതിൻ്റെ മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 10 ആണ്. ഇപ്പോൾ സ്കോറ് 7 to 10 ആണ് എങ്കിൽ ഹെൽത്തി ന്യൂബോൺ ആയിരിക്കും. 3 to 6 ആണെങ്കിൽ മോഡറേറ്റ്ലി ഡിപ്രസ്ഡ്, 0 to 2 ആണ് എങ്കിൽ സിവിയർലി ഡിപ്രസ്ഡ്. ഇങ്ങനെയാണ് നമ്മൾ അപ്ഗാർ സ്കോർ മെഷർ ചെയ്യുന്നത്. കാവസാക്കി ഡിസീസ് ഈസ് അതർവൈസ് നോൺ ആസ്. ഓപ്ഷൻസ്: മ്യൂക്കോക്യൂട്ടേനിയസ് ലിംബ് നോഡ് സിൻഡ്രോം, ഹീമോഫീലിയ, റുമാറ്റിക് ഫീവർ, ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രോം. ആൻസർ ഈസ് മ്യൂക്കോക്യൂട്ടേനിയസ് ലിംബ് നോഡ് സിൻഡ്രോം. മ്യൂക്കോക്യൂട്ടേനിയസ് ലിംബ് നോഡ് സിൻഡ്രോം എന്ന് പറയുന്നത് അക്യൂട്ട് ഇൻഫ്ലമേറ്ററി ഇൽനെസ് ആണ്. ഇതിൽ മെയിനായിട്ടും ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സിസ്റ്റം കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ്. ഇതിൻ്റെ മെയിൻ സിംറ്റംസ്, സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം സ്ട്രോബെറി ടങ്, അതുപോലെ തന്നെ ഹൈ ഫീവർ ഉണ്ടായിരിക്കും, ബൈലാറ്ററൽ കൺജങ്ക്റ്റിവൽ ഇൻഫെക്ഷൻ ഉണ്ടായിരിക്കും, മെയിനായിട്ടും ജോയിൻ്റ് സ്റ്റിഫ്നെസ് ആൻഡ് പെയിൻ. ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന മെയിനായിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സിംറ്റംസ്. Which of the following symptom is not a sign of Wim's tumor or nephroblastoma? Options: weight loss, fever, hematuria, severe vomiting. Answer is severe vomiting. കുട്ടികളുടെ കിഡ്നിയിൽ സാധാരണയായിട്ട് ബാധിക്കുന്ന മാലിഗ്നൻ്റ് നിയോപ്ലാസമാണ് വിംസ് ട്യൂമർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള സൈൻസ് ആൻഡ് സിംറ്റംസ് നോൺ ടെൻഡർ മാസ് ആയിരിക്കും. അതായത് അബ്ഡോമിനിൽ നോൺ ടെൻഡർ ആയിട്ടുള്ള മാസ് ഉണ്ടായിരിക്കും, വെയ്റ്റ് ലോസ് ഉണ്ടായിരിക്കും, ഫീവർ ആൻഡ് ഹെമച്ചൂറിയ. ഇതാണ് മെയിനായിട്ടും ഈ വിംസ് ട്യൂമറിൽ കാണുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ്. വിംസ് ട്യൂമർ ഉള്ള കേസുകളിൽ അബ്ഡോമിനൽ പാൽപേഷനും അതുപോലെ തന്നെ റീനൽ ബയോപ്സിയും എടുക്കാൻ പാടില്ല. കാരണം ഈ ട്യൂമർ റപ്ചർ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. സങ്കൺ ഫോണ്ടനിലെ ഈസ് എ സൈൻ ഓഫ്. ഓപ്ഷൻസ്: ഡീഹൈഡ്രേഷൻ, ഹൈഡ്രോസെഫാലസ്, ഡൗൺ സിൻഡ്രോം, ടർണർ സിൻഡ്രോം. ആൻസർ ഈസ് ഡീഹൈഡ്രേഷൻ. ആൻറ്റീരിയർ ഫ്രോണ്ടനിലെ നമ്മൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ അത് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ ആ ഇൻഫൻറ്റിൻ്റെ ബോഡിയിലുള്ള ഫ്ലൂയിഡിൻ്റെ അളവ് വളരെ കുറവാണെന്നാണ് അർത്ഥം. അതായത് ഡീഹൈഡ്രേഷൻ ആണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഫോണ്ടനിലേസ് ബൾജ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ, അത് കാരണമാണ് അത് ബൾജ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈഡ്രോസെഫാലസ്. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഫോണ്ടനേൽസ് ബൾജ് ചെയ്തിരിക്കുകയാണ് എങ്കിൽ അവിടെ ഇൻക്രീസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷറും അതുപോലെ തന്നെ ഫോണ്ടനേൽസ് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ അവിടെ ഡീഹൈഡ്രേഷനും ആയിരിക്കും. അപ്പർട്ട് സിൻഡ്രോം ഈസ്. ഓപ്ഷൻസ്: പ്രിമച്വർ ക്ലോഷർ ഓഫ് കൊറോണൽ സ്യൂച്ചർ, പ്രിമച്വർ ക്ലോഷർ ഓഫ് സജിറ്റൽ സ്യൂച്ചർ, premature closure of posterior suture, premature closure of frontal suture. Answer is premature closure of coronal suture. ജനിതകപരമായ ഒരു അബ്നോർമാലിറ്റിയാണ് അപ്പർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഈ അപ്പർട്ട് സിൻഡ്രത്തിനകത്ത് പ്രിമച്വർ ക്ലോഷർ ഓഫ് കൊറോണൽ സ്യൂച്ചറുമുണ്ട്, അതോടൊപ്പം തന്നെ ബേബി സിങ്ഡക്റ്റിലിയുമായിരിക്കും. ഇത് സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഡെലിവറി കഴിഞ്ഞാലും ഹെഡ് അതുപോലെ തന്നെ ബ്രെയിനും ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലോഷർ നേരത്തെ നടക്കുന്നത് കാരണം എന്ത് സംഭവിക്കുന്നു? ക്രേനിയത്തിനകത്തുള്ള പ്രഷർ കൂടുകയും ബോൺ അബ്നോർമൽ ഷേപ്പിലോട്ട് പോകുകയും ചെയ്യുന്നു. ഇത്തരം ബേബികളിൽ മെൻ്റൽ ഡെഫിഷ്യൻസിയും ഉണ്ടായിരിക്കും. ലോസ് അറ്റ് ഇയേഴ്സ് ആർ സീൻ ഇൻ. ഓപ്ഷൻസ്: ഡൗൺ സിൻഡ്രോം, റീനൽ ഡിസോർഡേഴ്സ്, കോഷിയോക്കർ, മരാസ്മസ്. Answer is
ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് എപ്പോഴും അവരുടെ കൊഗ്നിറ്റീവ് എബിലിറ്റിയും ഡിലേ ആയിരിക്കും. അത് കാരണം അവർക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ ഉണ്ടായിരിക്കും. എപ്പോഴും ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികൾക്ക് ലോ സെറ്റ് ഇയേഴ്സും ആയിരിക്കും. Corticosteroids are contraindicated in options cataract, trachoma, leukorrhea, blepharitis. Answer is trachoma. ട്രക്കോമയുടെ കോസേറ്റീവ് ഓർഗാനിസം ക്ലമീഡിയാണ്. ക്ലമീഡിയ എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് റിസപ്റ്റർ ആൻറ്റഗോണിസ്റ്റ് ആണ്. അത് കാരണമാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആകുന്നത്. എന്താണ്? കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. Slight astigmatism requires options no corrective glasses, may require the use of lens, require continual use of glasses, may require glasses with low power. Answer is no corrective glasses. സ്ലൈറ്റ് അസ്റ്റിഗ്മാറ്റിസം ആണ് എങ്കിൽ കറക്റ്റീവ് ഐ ഗ്ലാസിൻ്റെ ആവശ്യമില്ല. എങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ആണ് എങ്കിൽ ലെൻസ് ഉപയോഗിക്കാറുണ്ട്. സിവിയർ ഡിഗ്രി ഓഫ് അസ്റ്റിഗ്മാറ്റിസം ആണ് എങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഐ ഗ്ലാസ് തന്നെ യൂസ് ചെയ്യണം. കോമൺ സിംറ്റം ഓഫ് ടെട്രോളജി ഓഫ് ഫാലറ്റീസ്. ഓപ്ഷൻസ് ഒമിറ്റിംഗ്, ടക്കിക്കാർഡിയ, ഡിസ്നിയ, ഫീവർ. ആൻസർ ഈസ് ഡിസ്നിയ. ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു കൺജനിറ്റൽ ഹാർട്ട് ഡിസീസാണ്. അതിനകത്ത് 4 കണ്ടീഷൻസും കൂടെ ചേരുമ്പോഴാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന കണ്ടീഷൻസ്: ഫസ്റ്റ് വൺ വെൻട്രിക്കുലാർ സെപ്റ്റർ ഡിഫക്റ്റ്, സെക്കൻഡ് വൺ പൾമണറി സ്റ്റീനോസിസ്, തേർഡ് വൺ റൈറ്റ് വെൻട്രിക്കുലാർ ഹൈപ്പർട്രോഫി ആൻഡ് ഫോർത്ത് വൺ ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. ഈ 4 പ്രോബ്ലംസും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് ടെട്രോളജി ഓഫ് ഫാലറ്റ് എന്ന് പറയുന്നത്. ഇതൊരു കൺജനിറ്റലാണ്. അതുപോലെ തന്നെ ഈ ടെട്രോളജി ഓഫ് ഫാലറ്റ് ഉള്ള സമയത്ത് ഉള്ള പേഷ്യൻറ്റിന് ഈ ഡിസ്നിയ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് ഒന്നി ഫീഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോഴോ ആണ് ഡിസ്നിയ കൂടുതലായിട്ടും പേഷ്യൻറ്റിന് അനുഭവപ്പെടുന്നത്. വാട്ട് ഈസ് ദ മേജർ നഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി വെൻ അഡ്മിനിസ്ട്രിങ് സൾഫമൈഡ് പ്രിപ്പറേഷൻ? Options: weigh the child daily, give milk with medication, monitor child's temperature, administer the drug at prescribed times. Answer is administer the drug at prescribed times. സൾഫമൈഡ് ഡ്രഗ്സ് പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ തന്നെ കൊടുത്താൽ മാത്രമേ ബ്ലഡിൽ ഈ മെഡിസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്ത് ഈ മൈക്രോ ഓർഗാനിസത്തിനെ, കോസേറ്റീവായ മൈക്രോ ഓർഗാനിസത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് കാരണമാണ് സൾഫമൈഡ് ഡ്രഗ്സ് ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നത്. A nurse should withhold a scheduled dose of digoxin when apical pulse of a 5-year-old child falls below. Options: 60 beats per minute, 70 beats per minute, 90 beats per minute, 100 beats per minute. Answer is 70 beats per minute. ഡിജോക്സിൻ കൊടുക്കുന്നതിന് മുമ്പ് മെയിനായിട്ടുള്ള നഴ്സസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പൾസ് റേറ്റ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇൻഫൻറ്റിനാണ് ഡിജോക്സിൻ കൊടുക്കുന്നത് എങ്കിൽ പൾസ് റേറ്റ്, എപ്പിക്കൽ പൾസ് റേറ്റ് 90ക്ക് താഴെയാണ് എങ്കിൽ കൊടുക്കരുത്. അതുപോലെ തന്നെ ചൈൽഡിനാണ് എങ്കിൽ 70ന് താഴെയാണെങ്കിൽ കൊടുക്കരുത്. അഡൾട്ടിനാണെങ്കിൽ 60ക്ക് താഴെയാണെങ്കിലും കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് അൺസേഫാണ്, അതായത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. What should the nurse do before administering a tube feeding to the infant? Options: irrigate the tube with water, slowly instill 10 ml of formula, provide the infant with a pacifier, place the infant in the Trendelenburg position. Answer is provide the infant with a pacifier. ട്യൂബ് ഫീഡിങ് ചെയ്യുന്നതിന് മുമ്പ് പാസിഫയർ കുഞ്ഞിൻ്റെ വായിൽ വയ്ക്കുകയാണെങ്കിൽ കുട്ടി അത് സക്ക് ചെയ്യുകയും സക്ക് ചെയ്യുന്ന സമയത്ത് സക്കിംഗ് റിഫ്ലക്സ് ഉണ്ടാകുന്നു. അത് കാരണം നമ്മൾ ട്യൂബ് ഫീഡിങ് ചെയ്യുന്നത് ഈസിയായിട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുട്ടി ഓറൽ നീഡ്സ് മീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. എ ചൈൽഡ് വിത്ത് എക്സീമിയ കംപ്ലൈൻസ് ഓഫ് ഇച്ചിങ്, വിച്ച് ഡ്രഗ് ക്യാൻ ബി ഓർഡേർഡ് ബൈ ദ ഡോക്ടർ to relieve the symptoms? Options: furacin, Vidase, Ectorin, Benadryl. Answer is Benadryl.
ബെനാഡ്രിലിന് ആൻറ്റി ഹിസ്റ്റമിക് ആക്ഷനാണ് ഉള്ളത്. അത് കാരണം ഇസ്കീമിയ ആയിട്ട് വരുന്ന ഇച്ചിങ് ഉള്ള ചൈൽഡിന് കൊടുക്കുന്ന ഡ്രഗ് ബെനാഡ്രിലാണ്. കൊയാണൽ അട്രീഷ്യ ഈസ് ആൻ അനോമലി ലൊക്കേറ്റഡ് ഇൻ ദി ഓപ്ഷൻസ് anal area, nasopharynx, intestinal tract, laryngopharynx. Answer is nasopharynx. നേസോഫാരിങ്സും അതുപോലെ നേസൽ പാസേജും തമ്മിലുള്ള ഓപ്പണിംഗ് ഇല്ലാത്ത അവസ്ഥയാണ് കൊയാണൽ അട്രീഷ്യ എന്ന് പറയുന്നത്. ഇതിൽ നേസൽ പാസേജ് ചിലപ്പോൾ ഒന്ന് മാത്രമേ പ്രോബ്ലം കാണൂ, ചിലപ്പോൾ രണ്ടിലും പ്രോബ്ലം ഉണ്ടായിരിക്കും. അതായത് രണ്ട് നേസൽ പാസേജും ഈ നേസോഫാരിങ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ അവിടെ ഓപ്പണിംഗ് കാണത്തില്ല. എ ന്യൂബോൺ വിത്ത് ഡൗൺ സിൻഡ്രോം വിൽ ഹാവ് ഓപ്ഷൻസ് bulging fontanelle, stiff lower limbs, abnormal heart sounds, unusual pupillary reaction. Answer is abnormal heart sounds. ഡൗൺ സിൻഡ്രോം ഉള്ള കുട്ടികളിൽ സാധാരണയായിട്ട് കൺജനിറ്റൽ ഹാർട്ട് പ്രോബ്ലവും അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടാറുണ്ട്. അഡീഷണൽ ഡിഫക്റ്റ് അസോസിയേറ്റഡ് വിത്ത് എക്സ്ട്രോഫി ഓഫ് ബ്ലാഡർ ഈസ് ഓപ്ഷൻസ് pubic bone malformation, congenital heart disease, absence of one kidney, imperforate anus. Answer is pubic bone malformation. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് നടക്കുന്ന ടൈമിൽ ബ്ലാഡറും പ്യൂബിക് ബോണും ഒരേ ടൈമിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്ലാഡറിൽ വരുന്ന മാൽഫോർമേഷൻസ് അസോസിയേറ്റ് ചെയ്ത് പ്യൂബിക് ബോണിലും മാൽഫോർമേഷൻസ് ഉണ്ടാകുന്നത്. So, extrophy of bladder is associated with the pubic bone malformation. Side effect of Haemophilus influenzae vaccine is options lethargy, urticaria, low grade fever, generalized rash. Answer is low grade fever. ഹിപ്പ് വാക്സിൻ കൊടുക്കുമ്പോൾ ലോ ഗ്രേഡ് ഫീവർ ഉണ്ടാകാറുണ്ട്. A newborn has undergo a surgery for closure of meningomyelocele. What should be the priority nursing intervention? Options strict limitation of limb movements, decrease of environmental stimuli, head circumference daily, observation of serious drainage from the nerves. Answer is head circumference daily. മെനിഞ്ചോമൈലോസീൽ എന്ന് പറയുന്നത് ഒരു കൺജനിറ്റൽ ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റാണ്. ഇതെന്ന് പറയുന്ന ഒരു ടൈപ്പ് സ്പൈന ബൈഫിഡയാണ്. ഇതിൽ സ്പൈനൽ കോളോ ബാക്ക് ബോണും കൂടെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ക്ലോഷറാണ് സർജിക്കൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഒരു സാക്ക് പോലെ പുറത്തേക്ക് പൊട്രൂഡ് ചെയ്തിരിക്കും, അത് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ അബ്സോർപ്റ്റീവ് സർഫസ് കുറയുകയും അതുപോലെ തന്നെ ഈ സ്പൈനൽ ഫ്ലൂയിഡ് ഡ്രെയിൻ ചെയ്യുന്നത് കുറയുകയും ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് സ്കള്ള് ഈ സ്പൈനൽ ഫ്ലൂയിഡ് കളക്ട് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഹൈഡ്രോസെഫാലസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ സർജറി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ മെയിനായിട്ട് മോണിറ്റർ ചെയ്യാനുള്ളത് ഹെഡ് സർക്കംഫറൻസ് ആണ്. When palpating an abdomen of hypertrophic pyloric stenosis infant, the nurse finds options distended colon, marked tenderness around the abdomen, an olive-sized mass in the right upper quadrant, rhythmic peristaltic verse in the lower abdomen. Answer is an olive-sized mass in right upper quadrant. സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റസ്റ്റിൻ്റെയും ഇടയ്ക്കുള്ള, അതായത് ആ കണക്ട് ചെയ്തിരിക്കുന്ന ജംഗ്ഷനിലെ മസിൽസ് തിക്കൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഹൈപ്പർട്രോഫി ചെയ്യുന്നൊരവസ്ഥയാണ് പൈലോറിക് സ്റ്റീനോസിസ് എന്ന് പറയുന്നത്. അതായത് പൈലോറിക് സ്പിൻഡർ തിക്കൻ ചെയ്തിരിക്കുന്നു. അതിനാലാണ് നമ്മൾ പെർ അബ്ഡമനിൽ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ ഒലീവ് മാസ് ഫീൽ ചെയ്യുന്നത്. ഹൈപ്പർട്രോഫിക് പൈലോറിക് സ്റ്റീനോസിസിൻ്റെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് ആണ് ഒലീവ് സൈസ്ഡ് മാസ് ഇൻ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ്. മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് മംസ് ഇൻ ചിൽഡ്രൻ ഈസ് ഓപ്ഷൻസ് പാൻക്രിയാറ്റൈറ്റിസ്, അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്, ടോൺസിലൈറ്റിസ്, ഓർക്കിഡൈറ്റിസ്. ആൻസർ ഈസ് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്. മംസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് കുട്ടികളിൽ സാധാരണ കാണുന്നതാണ് അസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ്.